ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് രണ്ട് തനിനാടൻ കറികളുടെ റെസിപ്പീസ് കണ്ടു നോക്കിയാലോ. ഇത് നമ്മുടെ തനിനാടൻ തലക്കറിയാണത്. തല മുളക് കറി വെക്കുന്നതാണ്, കുടംപുളിയൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്കൊരു വെണ്ടയ്ക്ക മുട്ടത്തോരനും കൂടി ഉണ്ട്. അപ്പോൾ നല്ല തനിനാടൻ റെസിപ്പീസാണ് രണ്ടെണ്ണവും. അപ്പോൾ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മീനിൻ്റെ മെയിൻ ഭാഗമൊക്കെ എടുത്ത് ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിക്ക് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാനത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തലഭാഗം ഞാൻ എടുത്തിട്ട് ഫ്രീസറിൽ എടുത്ത് വെച്ചേർന്നതാണ്. അപ്പോൾ അതിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കിതിലേക്ക് ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, തക്കാളി അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെണ്ടയ്ക്ക, നല്ല ഫ്രഷ് വെണ്ടയ്ക്കയാണ്. അപ്പോൾ അത് നമുക്ക് തോരൻ വയ്ക്കാൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മീൻ മുളകിട്ടത് വെച്ച് തുടങ്ങാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂട്ടി നമ്മൾ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണത്. അപ്പോൾ ഒരുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ കൂട്ട് കറിവേപ്പിലയും കൂട്ടി ഇതിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പ് പോരായിക്കുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനും ബീഫൊക്കെ കൂട്ടിയൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനത്തെ കുടംപുള്ളിക്കറി കൂട്ടുകയാണെങ്കിൽ വയറിനൊക്കെ എപ്പോഴും നല്ലതാണ്. അപ്പോൾ അത് ഇങ്ങനെ വറ്റിക്കുമ്പോൾ കുടംപുള്ളി തന്നെ ഇട്ട് വയ്ക്കണം. എന്നാലാണ് നമുക്ക് വയറിൻ്റെ ആരോഗ്യത്തിനും ഗ്യാസ് ട്രബിൾ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കുടംപുള്ളി. അപ്പോൾ ചിലവരൊക്കെ ഇതിൽ വാളംപുളിയൊക്കെ കാണാറുണ്ട്. ഞങ്ങളിങ്ങനെ വറ്റിക്കുമ്പോഴൊക്കെ ആയാലും കുടംപുളിയാണ് ഇടണം. അല്ലെങ്കിൽ തേങ്ങ അരച്ച് കറി വയ്ക്കുമ്പോൾ പാലൊഴിഞ്ഞ് കറി വയ്ക്കണതിലൊക്കെ മാങ്ങയുമാണ് ചേർക്കണത്. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചെറുതീയിലിട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസിലെ തക്കാളി ഞാൻ എടുത്തിട്ട് അതൊന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴന്ന് നല്ലോണം ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം 4 കഷ്ണം കുടംപുളി എടുത്ത് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തെപ്പടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചെറുതിയിലിട്ടിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കറി നമുക്ക് ഇന്നല്ല നാളെ കൂട്ടുമ്പോഴാണ് സൂപ്പർ ടേസ്റ്റ്. ഞാനിതിൽ മീനിൻ്റെ മെയിൻ കഷ്ണങ്ങളൊന്നും ചേർക്കണില്ല. തല മാത്രം എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെയൊക്കെ തലക്കറിയൊക്കെ വെച്ച് നോക്കുക. കുടംപുളി ഇട്ട് തന്നെ വെക്കണം. എന്നാലാണ് പിറ്റേ ദിവസത്തേക്കൊക്കെ നല്ല അടിപൊളി ചാറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചൂടാക്കാതെ ഇന്ന് നാളേക്ക് ഉപയോഗിക്കാൻ പറ്റും. മൺചട്ടിയിൽ വെക്കണ കാരണം തന്നെ ഒട്ടും കേടാകുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് പുളിയും കൂടി ഇട്ട് അത് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ചേർത്തിട്ട് ചെറുതിയിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ നമ്മൾ മൺചട്ടി തന്നെ വെക്കണം. അപ്പം എനിക്ക് മൺചട്ടി ഗ്യാസ് വയ്ക്കണം അധികം ഇഷ്ടമല്ലെങ്കിലും ഇങ്ങനത്തെ മീൻ കറി, മുളക് കറിയൊക്കെ വയ്ക്കുമ്പോൾ മൺചട്ടി ഞാൻ വെക്കാറുണ്ട്. അങ്ങനെ അതിന് വേണ്ടി 2-3 ചെറിയ ചട്ടികൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തിളച്ച് വരുമ്പോൾ പുളിയൊക്കെ ഇട്ട് തിളച്ച് വരുമ്പോൾ ഈ മീനിൻ്റെ തലയിട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതിയിലിട്ടിട്ട് അത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. അതിലൊക്കെ ഒരു സവാളയുടെ പകുതി, പിന്നെ നേരത്തെ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ നമ്മൾ ചോപ്പ് ചെയ്തതിൽ കുറച്ച് ഭാഗം വെണ്ടയ്ക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി കൂട്ടി നമുക്ക് വെണ്ടയ്ക്ക തോരൻ വയ്ക്കാം. പിന്നെ അതിലൊക്കെ ഞാൻ ഒരു മുട്ട കൊത്തി ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. എന്നാലാണ് അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ നമുക്ക് വയറിന് നല്ലതാണ്. അതിലുള്ള ചെറിയ ചെറിയ ഇങ്ങനെ കൊഴുപ്പ് വരുന്നത് നമ്മുടെ വയറ്റിലെ വേസ്റ്റ് സാധനങ്ങളൊക്കെ
പുറത്തേക്ക് കളയാൻ നല്ലതാണ്. നമുക്ക് ആ ഉള്ളിയും പച്ചമുളകിൻ്റെ കൂട്ടും സവാളയും കൂടി ഇട്ടിട്ട് ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. പൊടികൾ ഇപ്പോൾ ചേർക്കണ്ട. പൊടികൾ ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ പൊടി കിടന്ന് കരിഞ്ഞു പോകും. പൊടികൾ ചേർക്കണമെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതിയാകും. ഇപ്പോൾ ഒരു 2 നുള്ളുപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെണ്ടയ്ക്കൊന്ന് വാടി വരുമ്പോഴാണ് നമ്മൾ മുട്ട ചേർത്തിട്ട് പിന്നെ കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കണില്ല. അപ്പോൾ ഇത്തരം നാടൻ റെസിപ്പീസൊക്കെ കാണാൻ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം നമുക്ക് ചെറുതീലിട്ടിട്ട് ഈ വെണ്ടയ്ക്കൊന്ന് വാടി വരുമ്പോൾ തന്നെ അതിൻ്റെ നടുക്ക് ഇങ്ങനെ വകഞ്ഞ് മാറ്റിയിട്ട് അതിലൊക്കെ മുട്ട കൊത്തി ഒഴിക്കാം. ഇപ്പോൾ ഈ വെണ്ടയ്ക്ക് ഇങ്ങനെ തോരൻ വയ്ക്കുമ്പോൾ മുട്ട കുത്തി ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ വഴുവഴുപ്പൊക്കെ കുറഞ്ഞ് കിട്ടും. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മക്കളൊക്കെ ഈ മുട്ടയൊക്കെ ചേർത്ത് വെണ്ടയ്ക്കൊക്കെ കൊടുക്കുകയാണെങ്കിലും ഒക്കെ കഴിച്ചോളും. അപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ ഇങ്ങനെ ചേർത്ത് മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തയക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടത്തോടുകൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മുട്ട ഒന്ന് വേഗണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലൊക്കെ ആണെങ്കിൽ 1-2 മുട്ട വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഒരു മുട്ട ചേർക്കണുള്ളൂ. പിന്നെ അതിലൊക്കെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും വേണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മുട്ടയൊക്കെ നമുക്കൊന്ന് ആ തവിയും കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റും കൂടി മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക മുട്ടപ്പൊരി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് പച്ചക്കറിയും വെച്ചിട്ടായാലും നമുക്കിങ്ങനെ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചീരയിലും പിന്നെ വഴുതനങ്ങയിലും എല്ലാനും മുട്ട ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത മക്കൾക്ക് ഇങ്ങനെയൊക്കെ മുട്ട ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ അടിപൊളിയായിട്ട് കഴിച്ചോളും. അപ്പോൾ പച്ചക്കറികൾ വെജിറ്റബിൾസൊക്കെ അവരുടെ വയറ്റിലൊക്കെ ചെല്ലുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ഈ ചിക്കൻ വറുത്തും മീനൊക്കെ വറുത്തൊക്കെ എപ്പോഴും കൊടുക്കാതെ ഇങ്ങനെയൊക്കെയുള്ള നാടൻ റെസിപ്പീസൊക്കെ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ലഞ്ചിന് പറ്റിയ 2 കറികളും റെഡിയാണ്. മീൻ തല മുളക് കറിയും പിന്നെ വെണ്ടയ്ക്ക മുട്ടപ്പൊരിയും. അപ്പോൾ ലൈക്ക് ചെയ്യണവർക്ക് ഇതിക്ക് മുമ്പുള്ള വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. പിന്നെയും ഈ വീഡിയോക്കൊക്കെ ആയാലും എല്ലാവരുടെയും കമൻറ്റും ലൈക്കും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.